മലബാറിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അല്ല ഡിഗ്രിക്കെല്ലാം പോകുന്ന സമയത്ത് ഇവരെ റെസ്റ്റോറൻറ്റിൽ പോവാനായിട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത ദിവസങ്ങൾ വരെയുണ്ട്. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഇവരുടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ എത്തിയേ. എന്നിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം കുടിച്ചത് ഒരു ഗ്രേപ്പ് സർബത്താണ്. പിന്നെ ഈ ഫ്രൂട്ടിൻ യോഗട്ട് സാലഡ് കഴിച്ച്. ചെറുതായിട്ട് യോഗട്ടിൻ്റെ മധുരവും ഫ്രൂട്ട്സിൻ്റെ മധുരവും ഉള്ളൊരു സാലഡ്. ആദ്യം കഴിച്ച 2 ഐറ്റംസിന് മധുരം ഉള്ളോണ്ട് ആ മധുരത്തിനെ നൈസായിട്ടൊന്ന് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഈ കാണുന്ന ഗോവൻ ഗ്രിൽഡ് ചിക്കൻ വിങ്സാ. ഈ എരിവും പുളിയെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവറും അനുഭൂതിയെല്ലാം ഇല്ലേ, അതന്നെയാണ് സംഗതി. അതങ്ങനെ കടിച്ച് പറിച്ച് കഴിച്ച ശേഷം പിന്നെയും ഓർഡർ ചെയ്തത് ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ്. ഇതൊരു കബാബാണ് കേട്ടോ ഇവിടുത്തെ. ഒരു പ്ലേറ്റിൽ ഇത് 6 പീസാണ് വരുന്നത്. ഷീഷ് തൗ കബാബില്ലേ, അതാണ് സാധനം. ചിക്കൻ്റെ പുറത്തങ്ങനെ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് മുക്കാനായിട്ട് മയോണൈസും ഉണ്ട്, ഉള്ളി, കക്കിരി, ക്യാരറ്റിൻ്റെ സാലഡും ഉണ്ട്. നല്ലോണം തൈരെല്ലാം കൂട്ടി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഭയങ്കര സോഫ്റ്റും നല്ല ജ്യൂസി എല്ലാം ആവൂലേ, അങ്ങനെ തന്നെയാണ് ഇത്. ഇനി ഇതിന് മുമ്പെല്ലാം കഴിച്ച പോലത്തെ ഒരു ഷീസ് തൗക്കിൻ്റെ ഫ്ലേവർ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എല്ലാന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു രസമുള്ള ടൈപ്പ് ഫ്ലേവർ തന്നെ ആയിരുന്നു കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എപ്പോഴൊക്കെ മനസ്സിൽ ആലോചിക്കുന്ന സമയത്തും അന്നേരമല്ലോ ബിരിയാണീൻ്റെ പേരാണ് അതിൻ്റെ കൂടെ ചേർത്തിട്ട് എപ്പോഴും എൻ്റെ മൈൻഡിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഇവരിപ്പോൾ റീസെൻ്റായിട്ട് മന്തി ഇറക്കിയിട്ടുണ്ട് പോലും. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അൽഫാം ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. റൈസിൻ്റെ ഫ്ലേവർ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ച് നോക്കി. അതിന് ശേഷം ആ അൽഫാം ചിക്കനില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തത്. എന്നിട്ട് ആ മന്തി റൈസിൻ്റെ കൂടെ വെച്ച് ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിച്ച് നോക്കിയേ. ഭയങ്കര ടേസ്റ്റുള്ള ടൈപ്പ് മന്തി റൈസില്ലേ, അങ്ങനത്തെ ഒരു ഫ്ലേവറുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അൽഫാമിൻ്റെ ഫ്ലേവർ കൊള്ളായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായിട്ടില്ല. അടുത്ത ഐറ്റം ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ബീഫിൻ്റെ ഐറ്റമാണ്. നല്ല ചൂടുള്ള നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇറച്ചിച്ചോറ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ കുറച്ചുള്ള പോലെ തോന്നും, പക്ഷേ ക്വാണ്ടിറ്റി എല്ലാം അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2, 3, 4, 5 സ്പൂണ് കോരിയിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതെങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാ. ഇങ്ങനെ അടിച്ച് കയറുമ്പോണ്ടല്ലോ ഞാനിങ്ങനെ അങ്ങോട്ട് എല്ലാം മറന്നങ്ങ് ഇല്ലാണ്ടായി പോകുന്ന പോലത്തെ ഒരു അവസ്ഥയേനു. ഈ ഇറച്ചിച്ചോറിലെ ബീഫില്ലേ, അതിനിങ്ങനെ പതുക്കെ 2 കഷ്ണാക്കിയിട്ട് അത് ഈ ചോറിൻ്റെ കൂടെ കുഴച്ചടിക്കാൻ ഒരു ജാതി ടേസ്റ്റേനു. എൻ്റെ അമ്മോ, നമ്മളങ്ങോട്ട് അടിമപ്പെടുവാന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ 2 ഗ്രേവി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെള്ളയപ്പവും ഒരു നൂൽ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം കഴിക്കുന്നത് സൈഡിലെല്ലാം നല്ലോണം ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ള, തൊട്ടാ ഇങ്ങനെ സൈഡെല്ലാം പൊട്ടിപ്പോകുന്ന പോലത്തെ വെള്ളയപ്പോ ഈ ഇളനീർ മട്ടൻ കറിയാ. അപ്പോൾ വെള്ളയപ്പോ ഈ മട്ടണും കൂടെ ചേർത്ത് പിടിച്ച് കഴിച്ചേ. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ ഈ മട്ടൺ. ഫ്ലേവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടൻ്റെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കുരുമുളകിൻ്റെ ആ ഒരു കുത്തലും പിന്നെ ചെറുതായിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ വെള്ളത്തിൻ്റെ ഫ്ലേവറും ആ ഇളനീരിൻ്റെ ഫ്ലേവറിലായിട്ട് അടിപൊളിയാണ്. ഈ ഇളനീർ മട്ടൻ കറി അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ഉരുളിയിലായിരുന്നു. അതിനേക്കാളും നല്ലത് ഇളനീരിൽ തന്നെ സെർവ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അത് കാണാൻ കുറച്ചും കൂടി ഒരു ഗുമ്മുണ്ടായേനെ. പിന്നെ ആ വെള്ളയപ്പത്തിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അത് ക്രിസ്പിയാണ്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളറും കൂടെ വന്നിരുന്നെങ്കിലേ അതിനെ കാണാൻ വേറെ തന്നെ ഒരു മൊഞ്ചായിരിക്കുമായിരുന്നു. ടേസ്റ്റല്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കഴിച്ചതാണ് ഒരു ഫിഷ് ഐറ്റം. ഇവിടെ ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്കവാറും ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റം ഈ ഫിഷിൻ്റെ ഗ്രേവി ആയിട്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആക്കൂറ മാങ്ങാക്കറി അല്ലെങ്കിൽ ഫിഷ് മാംഗോ കറി. ഈ മാങ്ങാക്കറീൻ്റെ കൂടെ ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ വെള്ളയപ്പം തന്നെയാണ്. പക്ഷേ വെള്ളയപ്പം ഞാൻ ആ ഇളനീർ മട്ടൺ കറീൻ്റെ കൂടെ കഴിച്ചുകൊണ്ട് ഫിഷ് മാംഗോ കറീൻ്റെ കൂടെ നൂൽ പൊറോട്ട കഴിച്ച് പോയി കളയാന്ന് വിചാരിച്ചു. നല്ല നൂല് പോലത്തെ ചെറുതായിട്ട് മുരിഞ്ഞിട്ടില്ല നൂൽ പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ വർഷങ്ങളായിട്ട് ഇവരുടെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാലും എപ്പോഴും കഴിക്കാറില്ല ആ ലഗോൺ ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്ത്. എന്നിട്ടതെടുത്ത് പതുക്കെ എൻ്റെ പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് തട്ടിയ ശേഷം ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ച് നോക്കി. അതിനുശേഷം മെല്ലെ ഈ ചിക്കൻ പീസിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ അങ്ങോട്ട് കുഴച്ച് ചേർക്കാൻ പാടില്ല, ലയിപ്പിച്ച് ചേർത്ത ശേഷം വീണ്ടും വാരിയെടുത്തിട്ട് ഇങ്ങനെ കണ്ണ് കൂട്ടിയിട്ട് ഇനി കുറച്ച് തൈര് സലാഡ് എടുക്കുക, അത് ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർക്കുക. പിന്നെ അച്ചാർ എടുക്കുക, ചമ്മന്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മന്തി അച്ചാറും കൂടെ ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് തൈര് സലാഡും അച്ചാറും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടിയിട്ട് ബിരിയാണി റൈസ് കുഴച്ചാട് വെക്കുക. അതിന് ശേഷം ഒരു പപ്പടം ഇങ്ങോട്ട് എടുക്കുക,
അതും പൊടിച്ച് ചേർക്കുക. എന്നിട്ട് അവസാനം ആ ചിക്കൻ പീസിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുക. അധികം ചെറുതാക്കണമെന്നില്ല, അത്യാവശ്യം കുറച്ച് വലിയ പീസ് തന്നെ വേണ്ടിക്ക് എടുത്തോ. എന്നിട്ട് ആ തൈര് സലാഡും അച്ചാറും ചമ്മന്തിയും പപ്പടെല്ലാം കൂട്ടി കുഴച്ച ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് ആ ബിരിയാണീൻ്റെ എല്ലാ തരത്തിലുള്ള ടേസ്റ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ രാത്രി ബിരിയാണി കഴിച്ചുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കുന്ന ആ ബിരിയാണീൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി കഴിച്ച ആ ബിരിയാണിക്ക്. അങ്ങനെ അതെല്ലാം മാറി 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 കഴിച്ചതിന് ശേഷം അവസാനം ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തു. ഒന്നല്ല 2 ഡെസേർട്ട് ഉണ്ട്. ഇതാണ് ഒരൈറ്റം, ഹണി കേക്ക് വിത്ത് വെനില ഐസ്ക്രീം. ഇതിൻ്റെ പ്ലേറ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടും കാരമലൈസ് നട്ട്സും വാട്ടർമെലോൺ എല്ലാം ആയിട്ട് ടേസ്റ്റിനോ ഹണി കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കഴിച്ച നെക്സ്റ്റ് ഡെസേർട്ടാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഞാനങ്ങനെ ഒരുപാട് തവണയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വലിയൊരു ചീസ് കേക്കിൻ്റെ ഫാനും അല്ല. പക്ഷേ ചെറുതായിട്ടൊരു ചീസിൻ്റെ ഒരു പുളിപ്പെല്ലായിട്ട് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എൻ്റെ ടേബിളിൻ്റെ നേരെ മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഈ കുട്ടി. ഞാനിപ്പോൾ അവരെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ കുട്ടീൻ്റെ വീഡിയോ എടുത്തത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോള്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ജ്യൂസില്ല, ജ്യൂസ് വേണം. പിന്നെ ഒരു വിത്തൗട്ട് മിൻറ്റിയെല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നേ. ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല്. ഇപ്പം തന്നെ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. കോഴിക്കോട് ബീച്ചിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ പാരഗണ. അപ്പോൾ ശരി.